ഞാൻ ഈ വിഷയം മുതിർന്ന ആളുകളെ അറിയിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ഈ പാർട്ടിയിലെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിഷമം പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി മുതിർന്ന ആരെങ്കിലും വരും, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ അവഹേളിച്ചത് പോട്ടെ, എൻ്റെ നാട്ടിൽ എൻ്റെ സഹപ്രവർത്തകരെ കൂടി അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പൊട്ടിത്തെറിയുടെ പേരിൽ കോൺഗ്രസ് CPM പാളയങ്ങളെ പുച്ഛിച്ച BJPക്ക് ഓർക്കാപ്പുറത്തേറ്റ അടിയായി സന്ദീപ് വാര്യരുടെ നീക്കം. ഉള്ളിലുറഞ്ഞുകൂടിയ പരിഭവങ്ങളും പ്രതിഷേധങ്ങളും സന്ദീപ് മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവച്ചപ്പോൾ പാർട്ടി അങ്കലാപ്പിലായി. BJP ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി ഉണ്ടോ? അസംതൃപ്തി ഏതെങ്കിലും തരത്തിലുണ്ടോ? ഒരു അസംതൃപ്തിയില്ല. തന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ ബോധപൂർവം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തതെന്ന് മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈമിൽ സന്ദീപ് വാര്യർ തുറന്നടിച്ചു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നോട് വ്യക്തിപരമായിട്ടുള്ള അസൂയയോ വൈരാഗ്യമോ, വൈരാഗ്യത്തിന് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ വ്യക്തിപരമായിട്ടൊരു അസൂയ ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും അദ്ദേഹത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എവിടെയും പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിനപ്പുറം എനിക്ക് എന്തെങ്കിലും വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഞാനൊന്നുമല്ല എന്നാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹം ബോധപൂർവം നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ കസേര ലഭിക്കാത്തതാണ് സന്ദീപിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ കാരണമെങ്കിലും ഏറെ നാളായി നീറിനിന്ന ഉൾപാർട്ടി പ്രശ്നമാണ് ഇലക്ഷൻ ഘട്ടത്തിൽ പുറത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.